കോട്ടയം വാകത്താനം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി പാനലിനെ ചൊല്ലി മുന്നണിയിൽ കടുത്ത ഭിന്നത. കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും അവസരം നൽകിയില്ലെന്നാണ് പരാതി. കോൺഗ്രസിനെതിരെ സ്വതന്ത്രരായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഘടകകക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വാകത്താനം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എന്ന പേരിലാണ് 13-അംഗ സ്ഥാനാർത്ഥി പാനൽ. എന്നാൽ കോൺഗ്രസിനപ്പുറം മുന്നണിയിലെ മറ്റാർക്കും അവസരം തന്നില്ലെന്നാണ് പരാതി. തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവർ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് വഞ്ചിക്കുമെന്നുള്ളൊരു ധാരണയില്ല. UDF എന്ന പേരിൽ ഒരു രീതിയിലും കൂടിയാലോചന ഇല്ലാതെ അവർ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിത്വത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഘടകകക്ഷികളെ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമം നടക്കുന്നതായും ആരോപണമുണ്ട്. ഇവർ ഞങ്ങളെ തമ്മിലടിപ്പിക്കാനൊക്കെ ഉള്ളൊരു പ്രവർത്തനം മാത്രമേ ഇപ്പോൾ നടന്നേക്കുന്നത്. അല്ലാതെ UDF ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് അവർക്കാർക്കും നിർബന്ധമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് പറഞ്ഞു ഒരിക്കൽ പോലും UDF കൈയാളാൻ പറ്റുകയില്ല എന്നാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പ്രിയപ്പെട്ടവരെ മാത്രം നിയമിക്കുന്നത് അഴിമതിയുടെ ഭാഗമെന്നും ആക്ഷേപമുണ്ട്. ഇവർ പറയുന്നിടത്ത് കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന ആൾക്കാരെ മാത്രം ഈ ഭരണസമിതിയിൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഇവരെടുത്തത്. അതിന്റെ പിന്നിൽ വലിയ അഴിമതി കഥകളുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ബാങ്കിനെ കുറിച്ച് ED അന്വേഷിക്കണം. നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പൂർണ്ണ പിന്തുണ നൽകാനാണ് ഘടകകക്ഷികളുടെ തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ ഞങ്ങൾ UDF പ്രവർത്തകരെ സാമോൻ വർക്കിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിപ്പിക്കുക, എങ്ങനെയും സാമോൻ വർക്കിയെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കും. റിപ്പോർട്ടർ, കോട്ടയം.